അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഇന്നൊരാഗ്രഹം ഒരാൾക്ക് കാണുമല്ലോ. എൻ്റെ ജീവിതത്തിലെ പല പല ആഗ്രഹങ്ങൾ കാണും. അതിലെല്ലാം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ മനസ്സിൽ നിയത്ത് വെച്ച് ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളും പല അനുഗ്രഹങ്ങളും തരാറുണ്ടല്ലേ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ തന്നാൽ നമ്മളത് ഉടനെ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒക്കെ വെച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് പല അനുഗ്രഹങ്ങളും തരും. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ കാണിക്കണം? നമുക്കത് സമാധാനം കിട്ടിയാൽ പോരെ. നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിച്ചാൽ പോരെ. മറ്റുള്ളവരെ കാണിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ അസൂയ ഉള്ളവരും കാണും. നമ്മൾ ഈ പുറമേ ചിരിച്ച് നടിച്ച് നിൽക്കുന്നവരൊന്നും നമ്മളുടെ സന്തോഷം കണ്ട് ഒരിക്കലും അവരും സന്തോഷിക്കുകയില്ല. അവർക്ക് അസൂയയായിരിക്കും, കുശുമ്പായിരിക്കും. അത് കാരണം നമ്മുടെ ജീവിതത്തിൽ ആ ബർക്കത്ത്, സന്തോഷം നഷ്ടപ്പെടും. ഇപ്പൊ നമ്മളാരും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മോശം സമയം നമ്മൾ എടുത്തു വെച്ച് സ്റ്റാറ്റസോ സ്റ്റോറിയോ ഇടുന്നില്ലല്ലോ. അതുപോലെ തന്നെ സന്തോഷമുള്ള സമയവും നമ്മൾ ഇടാൻ പാടില്ല. നമ്മളും നമ്മുടെ മക്കളും ഭർത്താവും നമ്മുടെ വീട്ടിലുള്ളവർ അവർ മാത്രം മതി. അല്ലാതെ പുറത്തുള്ളവരാരും അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ അറിയണമെങ്കിലുള്ളവർ ഒരിക്കലും സ്റ്റാറ്റസ് വെച്ചോ സ്റ്റോറി വെച്ചോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്നു പറയാനോ പാടില്ല. ഇപ്പം നമ്മൾക്കൊരു വിഷമകരമായ സാഹചര്യം ഉണ്ടായാൽ പോലും നമ്മുടെ അമ്മായിയമ്മയോടോ നാത്തൂന്മാരോടോ പോലും പറയാൻ പാടില്ല. കാരണം അവർക്ക് അത്രയ്ക്ക് അതാണ് നമ്മളിൽ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരും കാണാം. ഇപ്പൊ അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും നമ്മുടെ വിഷമം കാര്യങ്ങൾ അവരോട് പറയാൻ പാടില്ല. ഈ പുറമേ അവർ നമ്മളിൽ വിഷമം കാണിക്കും, പക്ഷെ നമ്മൾ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ എന്നോർത്ത്. അതുകൊണ്ട് നമ്മൾ പടച്ചവനിലേക്ക് മാത്രം അർപ്പിക്കുക. സന്തോഷമായാലും സങ്കടമായാലും ഇനി എന്ത് കാര്യമായാലും അള്ളാഹുവിലേക്ക് നമ്മൾ അർപ്പിക്കുക. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയാൽ എൻ്റെ നന്മ കൊണ്ട് അള്ളാഹു എനിക്ക് തന്നതാണെന്ന് വിശ്വസിക്കുക. എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ക്ഷമ അവൻ പരീക്ഷിക്കുകയായിരിക്കും. അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുക. എന്നിട്ട് കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയി നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളും മാറ്റിവെക്കുക. അസൂയ, കുശും ഇത് എല്ലാം മാറ്റിവെക്കുക. എന്നിട്ട് നല്ല ചിന്തകൾ, ഖുർആൻ ഓതൽ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൽ ഇതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക. ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി കിട്ടുന്നതാണ്. ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ തൗബ ചെയ്യുക. നമസ്കരിച്ചതിന് ശേഷം തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് നടത്തി തരും. റമദാൻ മാസത്തിന് മുന്നേ ആയിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. റമദാൻ മാസത്തിന് മുന്നായിട്ട് ഇത് നിങ്ങൾ നെയ്യത്ത് വെക്കുക. ഞാൻ ഇന്ന് ചൊല്ലിയേക്കാം എന്ന്. റമദാന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുക. റമദാന് നമ്മൾ അത്രയ്ക്കും ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുക. റമദാന് മുന്നേ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി കിട്ടും നമ്മൾ ഈ ഒരു ഒറ്റ കാര്യം ചെയ്യുന്നത് കൊണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഖുർആനിലെ ബഖറ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ബഖറ അതെന്തായാലും നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാനും കഴിയില്ല. റമദാന് മുന്നേ 3 പ്രാവശ്യം സൂറത്തുൽ ബഖറ ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇത് ഓതിയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഞാൻ ഈ സൂറത്തുൽ ബഖറ ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് നീ എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടത്തി തരണം. കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. നിനക്കും നിന്റെ പടച്ച റബ്ബിനും മാത്രമേ അറിയൂ. അവൻ മാത്രമേ അറിയാവൂ. മറ്റാരോടും പറയാൻ പാടില്ല. കാരണം അത് നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ആരും മിക്കവാറും കാണില്ല. നമ്മുടെ ഉമ്മയും ബാപ്പയും ഒഴിച്ച് വേറെ ആരും അങ്ങനെ കാണില്ല. പിന്നെ നമ്മുടെ ഭർത്താവും കാണും, അല്ലാതെ വേറെ ആരും കാണില്ല. അതുകൊണ്ട്
ആരോടും പറയാതെ പടച്ചവനോട് മാത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നടത്തി തരിക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് റമളാന് മുന്നേ സൂറത്തുൽ ബഖറ 3 പ്രാവശ്യം ഓതി തീർക്കുക. നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.